വെൽക്കം ബാക്ക്. ട്രെൻഡിയോളിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ചില സാധനങ്ങൾ ഞാൻ ഉപയോഗിച്ചു, ചിലത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടേ ഉള്ളൂ, ഉപയോഗിച്ചിട്ടില്ല. ഇതൊരു സ്പൈസ് ഓർഗനൈസറാണ്. സ്പൈസ് മാത്രമല്ല, കോസ്മെറ്റിക്സ് ഒക്കെ വെക്കാം. കബോർഡിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പെട്ടെന്ന് എടുക്കാൻ ബുദ്ധിമുട്ടുള്ള സാധനങ്ങൾ നമുക്കിങ്ങനെ വെച്ചാൽ എടുക്കാൻ എളുപ്പമാണല്ലോ. അവിടെ അങ്ങനെ പേര് എഴുതി ഒട്ടിച്ചാൽ മതി. ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പീലറാണ്. വെളുത്തുള്ളി, അതുപോലെ ചെറിയ കുട്ടിയൊക്കെ തോല് കളഞ്ഞിട്ട് ആണല്ലോ നമ്മൾ ഗ്രേപ്സ് കൊടുക്കുക. അത്, പിന്നെ കൂർക്ക, പിന്നെ ചെറിയ തക്കാളിയൊക്കെ നമുക്ക് പീൽ ചെയ്യാൻ പറ്റും. ഇഞ്ചിയൊന്നും അങ്ങനെ പീൽ ചെയ്യാൻ പറ്റണ പോലെ തോന്നിയില്ല കേട്ടോ. പിന്നെ ചുവന്നുള്ളി റഫായിട്ട് ക്ലീൻ ആവും, അങ്ങനെ മുഴുവനായിട്ട് ക്ലീൻ ആവണ പോലെയും തോന്നിയില്ല. അതുപോലെ തന്നെ കുറച്ചധികം വെളുത്തുള്ളിയൊക്കെ ഇട്ട് ക്ലീൻ ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് ക്ലീൻ ആവണ പോലെ തോന്നിയത്. അല്ലെങ്കിൽ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. 2 ബട്ടൺ ഉണ്ട്. ഒന്ന് പ്രസ് ചെയ്യുമ്പം പീലാവും, അടുത്തത് പ്രസ് ചെയ്യുമ്പോൾ ക്ലീൻ ആയത് പുറത്തേക്ക് വരും. കോക്മാസിൻ്റെ ഒരു നോൺ സ്റ്റിക്ക് കുക്ക് വെയർ സെറ്റാണ്. 4 എണ്ണത്തിൻ്റെ സെറ്റാണ്. 3 എണ്ണത്തിന് ലിഡ് ഉണ്ട്, ഒന്നും ലിഡില്ല. 2 ലിറ്റർ, പിന്നെ 3 ലിറ്ററിൻ്റെ 2 എണ്ണം, പിന്നെ 4.6 ലിറ്ററിൻ്റെ 1. അങ്ങനെയാണ് മെഷർമെൻറ്റ് വരുന്നത്. പിന്നെ ഈ ലിഡ് ഇല്ലാത്തതിന് മറ്റേ ബാൻഡ് ലിഡ് പാകമാണ്. ഈ ഒരു ഷേപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ വാങ്ങിച്ചതാണ്. ഇത് ഇങ്ങനെ ഉള്ള ഒരു ഷേപ്പ്. എൻ്റെ കയ്യിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉണ്ട് കേട്ടോ, പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഫിനിഷല്ല, ഈ ഒരു ഫിനിഷ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇതാണ് നല്ലതെന്ന്. കാരണം ഞാൻ കോക്മാസിൻ്റെ ഒരു പാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഭയങ്കര നല്ലതായിട്ട് എനിക്ക് തോന്നി. മുട്ടയൊക്കെ പൊരിക്കാൻ പറ്റും. ഇത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, പിന്നെ അടിയിൽ നല്ല കട്ടിയുണ്ട്. നേരത്തെ കാണിച്ച ആ നോൺ സ്റ്റിക്ക് കുക്ക് വെയർ സെറ്റും വെയിറ്റ് ഉള്ളതാണ് കേട്ടോ. 1.8, 2.8, 3.5, 5.5 ലിറ്റർ, അതാണ് മെഷർമെൻറ്റ് വരുന്നത്. ഈ ഒരു പാന് ഞാൻ ഫുഡ് എക്സ്പ്ലോററിൻ്റെ പേജിൽ, ഫുഡ് എക്സ്പ്ലോററിൻ്റെ ഇൻസ്റ്റയിൽ കണ്ടിട്ട് വാങ്ങിച്ചാട്ടോ. എനിക്കത് കാണാൻ ഭംഗിയുണ്ട്, ഇഷ്ടത്തിൽ വാങ്ങിച്ചതാണ്. നിയോഫ്ലാമിൻ്റെ വേറൊരു കൊറിയൻ പോട്ട് എൻ്റെ കയ്യിലുണ്ട്. ഇതും ഒരു കൊറിയൻ പോട്ട് തന്നെയാണ്. വേറൊരു ടൈപ്പ് കൊറിയൻ പോട്ട് എൻ്റെ കയ്യിലുണ്ട്, നല്ലതാണ്. അപ്പോൾ എനിക്കിതിങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി. ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാം, മീനൊക്കെ പൊരിക്കാം, അങ്ങനെയെല്ലാം ചെയ്യാം. അത്യാവശ്യം തിക്നെസ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഡയമീറ്റർ വരുന്നത് 18 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. ഒരു ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാണ്. ഈ പ്ലേറ്റിൻ്റെ ഡയമീറ്റർ വരുന്നത് 19 സെൻറ്റിമീറ്റർ. അപ്പോൾ നോർമൽ സെർവിങ് പ്ലേറ്റിൻ്റെ ഒരു സൈസ് ഉണ്ടാവില്ല. പിന്നെ അതെല്ലാം നമുക്കിങ്ങനെ സ്റ്റാക്ക് ചെയ്യാൻ പറ്റും, അപ്പം സ്റ്റോർ ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല കട്ടിയുണ്ട്, വെയിറ്റും ഉണ്ട്. സെയിം സെറ്റ് ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. അപ്പം ഞാൻ വേറൊരു സെറ്റിൻ്റെ ലിങ്ക് കൊടുക്കാം. ഞാനിതെല്ലാം വാങ്ങിച്ചത് ഒരു സെയിലിൻ്റെ ടൈമിലായിരുന്നു. അപ്പം നല്ല റേറ്റ് കുറവിലാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. പക്ഷെ ഇപ്പം റേറ്റൊക്കെ കൂടിയിട്ടുണ്ട്. ലിങ്ക്സൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.